ഒരു പോലീസ് സ്റ്റേഷൻ ലക്ഷപ്രഭാവേണ്ട എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തി ഒരു ഫോൺ പോലും തരാത്ത തെണ്ടികള്. ചേട്ടാ, എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. എനിക്ക് പരിചയമില്ലല്ലോ. അത് പരിചയമില്ലാത്ത ഞാൻ ആന്റണിയെ. എനിക്കൊന്ന് ഫോൺ തരും, ഒരു കോൾ ചെയ്യാൻ. എൻ്റെ ഒരു ഫോണും കേണൊന്നുമില്ല. അതൊന്നില്ലാത്ത മൊബൈൽ ടവറിൻ്റെ അത്ര ഉണ്ട് പൊക്കം, കയ്യിലൊരു ഫോണും ഇല്ല. ഫോൺ ചോദിച്ചാൽ തിന്നാനൊന്നും അല്ലല്ലോ. സാറേ, എനിക്ക് SI സാറിനൊന്ന് കാണാം. സാർ ഇവിടെ ഇല്ല. കാര്യം എന്താ? കാര്യം സാർ എപ്പോ വരും? അത് ഞങ്ങൾ എങ്ങനെ പറയും? ഇന്നാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ലാത്ത ദിവസമാണ്. ഒരിടത്ത് തലചുറ്റി വീണവനെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ പണം തട്ടിക്കൊണ്ടുവരുത്ത മുങ്ങി. പിന്നെ CA അലക്സ് സാർ. എന്റെ ദൈവമേ, കുറെ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് ചക്ക വെട്ടിപ്പുറത്തുന്ന പോലെ 4 വെട്ട്. ആ കേസ് കയറി വരാൻ താമസിക്കും. കംപ്ലൈന്റ് വല്ലതും ഉണ്ടെങ്കിൽ എഴുതി കൊടുത്തിട്ട് പോകും. എനിക്ക് സാറിനും നേരിട്ട് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോയിട്ട് നാളെ പോകും. സാറ് നേരത്തെ പറഞ്ഞ പണം തട്ടി മുങ്ങിയ ആള് ഞാനാ. നീ എന്താ പറഞ്ഞേ? പറ്റിപ്പോയി. നിവൃത്തിയിടുണ്ടോ സാറേ? എന്നിട്ട് ആ പണം അവിടെ വെച്ച് എവിടെ? കുറച്ച് ചെലവായിപ്പോയി. മോഷ്ടിച്ച പണം ചെലവായി. ബാ ഇരിക്കൂ, ഇരിക്കൂ. സർ, ഒരു മിനിറ്റ്. ഹലോ സാർ, ഞാൻ ബെന്നിയാണ് സാർ. സാറിനെ കാണുമെന്ന് പറഞ്ഞ ഒരാളിവിടെ കയറി വന്നിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ പണം തട്ടിയെടുത്ത അയാളാണെന്നാണ് സാർ പറയുന്നത്. എന്തായാലും അയാൾ വിടണ്ട, ഞാനിതാ എത്തി. ഇത് തന്നെ, ഇവിടെ നിർത്തിക്കോ. എത്ര രൂപ? 20 രൂപ. 20 രൂപ അല്ലേ? എന്നാ ഇതിന്റെ 6ാമത്തെ പേജിലേക്ക് എഴുതിക്കോ. ഓട്ടോ പറ്റ എഴുതുന്ന ഇതല്ല. അത് ശരി, പൈസ വെച്ചപ്പോ പറ്റുബുക്ക് എടുത്ത് കാണിക്കുന്നു. ഒന്ന് പോടാപ്പാ, ദേ എടുക്കണം തന്റെ ബുക്ക്. ചൂടനാണല്ലേ? പുതിയ പൈസ പറ്റൊന്ന് എഴുതിയാ എന്താടാ? ഒന്ന് പോയിക്കടാ. ഓടാ. എന്ത് നോക്കിയാണ് നടക്കുന്നത്? ചാവാനായിട്ട് ഇറങ്ങിയേക്കോ? സോറി ചേട്ടാ, സോറി. അയ്യോ, അയ്യോ, അയ്യോ. എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൂ സാറേ. ബോൾ എടുക്കട്ടെ. ഇതൊന്നും പൊളിക്കാൻ പറ്റണല്ലോ. എന്താണ് ഇവിടെ? കാറിന്റെ ടയർ പഞ്ചർ. അതൊന്നും താൻ നോക്കണ്ട. അല്ല, സാറ് നോക്കിയോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മോളിരിക്കും. പപ്പ ബോൾ എടുത്തിട്ട് വരാവേ. JK. ഹലോ JK, ഞാൻ ഡ്രൈവിങ്ങിലാ, പിന്നെ വിളിക്ക്. ഹലോ JK,
ഇങ്ങോട്ട് ഇറങ്ങടാ. രാമസ്വാമി നിന്നെ തിരിച്ചറിയാൻ നോക്കട്ടെ, അപ്പൊ നീ പറയും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മനസ്സിലായില്ലേ മോഷ്ടിച്ച പണം എവിടെയെന്ന്? വാടോ. சார் வரட்டுமா? என் லோட்டரியும் பேகும் அங்க ரோட்ல இருக்கு சார். ശരി. ഡാ നിക്ക്. ആ സൂണ സാർ. ദാ ഇത് അവന് കൊടുത്തേക്ക്. ഓ. ഇവനാ എന്നെ ഇവിടെ എത്തിച്ചത്. ஐயோ பணமொന്നും வேணாம் சார். എന്നാ നീ ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് കാണും. சரிங்க சார். ശരി. ഇന്ന് കാലത്ത് ഞാൻ അവന് കുറെ തെറി വിളിച്ചതാ. ഇതോടെ ഒന്നും മനസ്സിലായി, മുൻവിധിയോടെ ആരും ഒന്നും കാണരുതെന്ന്. ചോര ഒലിപ്പിച്ച് കിടന്നപ്പോ അവനെ ഉണ്ടായിരുന്നു സഹായിക്കാൻ. വാ സർ. എന്താ മോനെ? ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാ. വാ പോവാ. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാൻ? ഓക്കെ സാർ. ചെയ്തതൊക്കെ തെറ്റാണെന്നറിയാം സാർ. വൃത്തികേടുകൊണ്ട് ഒരേ ഒരു മോള്. എന്റെ പണം കാലൊടിഞ്ഞ് വീണ കുതിരയുടെ അവസ്ഥയാണ്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെയും കൊണ്ട് ഞാനങ്ങ് തെരുവിലേക്ക് ഇറങ്ങും. എന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത പണം എവിടെ? ഞാൻ വെറും ഒരു മീഡിയേറ്റർ. വലിയ വലിയ കളികളൊന്നും എന്നെ അറിയിക്കാറില്ല. ആ വലിയ വലിയ കളിക്കാരെവിടെ ഉണ്ടോ?